الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الفائزين برضاه. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയത്തോടെ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒത്തുകൂടിയ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, കാരുണ്യവാനായ റബ്ബ് നമ്മയെല്ലാം അവൻ ഇഷ്ടപ്പെട്ട നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ബഹുമാനികളെ, വിശുദ്ധ റമദാൻ 16 ഖുത്ബയിൽ നിങ്ങൾ കേട്ടതുപോലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ്. ഈ സന്ദർഭത്തിൽ കൂടുതൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധമായ ബദർ ദിനമാണ്. ബദരീങ്ങളാണ്. സത്യത്തിൽ ഗ്രന്ഥങ്ങളിൽ വിശുദ്ധ ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് ബദർ യുദ്ധമായി ബന്ധപ്പെട്ട് വെറും ചരിത്രമല്ല, പ്രത്യേകിച്ച് ഈ വർത്തമാന സാഹചര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് ബദർ യുദ്ധത്തിലൂടെ ബദരീങ്ങളിലൂടെ സമാധാനത്തിന്റെ സന്ദേശമാണ് ഏറ്റവും പ്രധാനമായി. വിശിഷ്യ വിദേശ രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി എല്ലാം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വെറും ബദരീങ്ങളെ പാടലും മൗലൂദലും പുറമെ ബദരീങ്ങൾ കാണിച്ച ഒരു മാതൃകയും ബദരീങ്ങൾ എത്രത്തോളം സ്മരിക്കപ്പെടാൻ കാരണം വിശുദ്ധമായ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ചാഞ്ചാട്ടമില്ലാത്ത അചഞ്ചലമായ റബ്ബിലുള്ള ആത്മവിശ്വാസവും സഹനവും ഈമാനും തവക്കുലുമായിരുന്നു. ബദറിന്റെ ആ രണാങ്കളം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന വല്ലാത്തൊരു നിമിഷമായിരുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെതിരെ എല്ലാ സാമഗ്രികളും സൗകര്യങ്ങളും സാഹചര്യങ്ങളും യോദ്ധാക്കളും അതുപോലെ തന്നെ യുദ്ധ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി വെറും 313 മാത്രം തുച്ഛമായ സ്വഹാബാക്കിറാമിനെ അടിച്ചമർത്തുക, ഇസ്ലാമിനെ നാമാവിശേഷമാക്കുക എന്ന ഒരു ചിന്തയായിരുന്നു. സത്യത്തിൽ വല്ലാത്തൊരു ഭീതിയുടെ സങ്കടത്തിന്റെ പോരാട്ടമായിരുന്നു ബദർ. ഖുത്ബയിൽ നിങ്ങൾ കേട്ടല്ലോ, ബദറിന്റെ രാവിലെ ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിൽ മനസ്സറിഞ്ഞുകൊണ്ട് പൊട്ടുന്ന ഹൃദയത്തോടെ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ച രംഗം ഖുത്ബയിൽ നിങ്ങൾ കേൾക്കാനിടയായി. ചരിത്രം പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ബദറിന്റെ രാവിൽ മനസ്സറിഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിച്ച് കന്തടത്തിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി തന്റെ തോളത്തിലൊന്ന ഷാൾ നിലത്തേക്ക് വീഴുമാറും വല്ലാത്തൊരു അത്ഭുത പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അവിടെ അല്ലാഹുവേ, നിന്റെ വാഗ്ദത്തം നീ ലംഘിക്കരുത്. കാരണം എല്ലാ അർത്ഥത്തിലും സൃഷ്ടാവായ അല്ലാഹുവിന്റെ പ്രബോധന ദൗത്യത്തിന് വേണ്ടി പടപൊരുതാൻ ഒരുങ്ങുന്ന ഈ സാഹചര്യം അവിടുന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കരമുത്തനബി പറഞ്ഞത്, അല്ലാഹുവേ, ഈ ചെറു സംഘത്തെ എങ്ങാനും ബദറിന്റെ രണാങ്കണത്തിൽ നീ നഷ്ടപ്പെടുത്തിയാൽ, നശിപ്പിച്ചാൽ, ഈ ബദറിൽ എങ്ങാനും പരാജയപ്പെട്ടാൽ, ഈ ഭൂമി ലോകത്ത് നിന്നെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ ഇവിടെ ജനങ്ങളുണ്ടാവില്ല. അതുകൊണ്ട് സത്യത്തെ വിജയിപ്പിക്കണേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചു മുഹമ്മദ് മുസ്തഫ. ബദർ നൽകുന്ന ഒരുപാട് സന്ദേശമാണ്. ദുർബലരാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ സഹായം ലഭിക്കും. വലഖദ് നസറകുമുല്ലാഹു ബിബദർ വഅൻതും അദില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ബദറിൽ സഹായിച്ചു. നിങ്ങൾ വളരെ ദുർബലരായിട്ട് പോലും അല്ലാഹുവിന്റെ സഹായം ലഭ്യമായി എന്ന് പരിശുദ്ധ ഖുർആൻ. അതോടൊപ്പം തന്നെ മറ്റൊരു സന്ദേശം നമുക്ക് നൽകുന്നത്, ചെറിയ സംഘമാണെങ്കിലും റബ്ബിന്റെ സഹായം എത്ര ചെറിയ സംഘമായിരുന്നു, പക്ഷേ ഭീമമായ 1000-ഓളം വരുന്ന ശക്തരായ മല്ലമായ
ആയുധ സാമഗ്രി തയ്യാറാക്കി വന്ന ആ ജനതയോട് തുച്ഛമായ സഹാബാക്കിറാം പടപൊരുതി. കാരണം ചെറുതല്ല വലുത്, ഈമാനും സഹനവുമാണ് പടച്ചതമ്പുരാനുള്ള അചഞ്ചലമായ തവക്കുലാണ് വിജയത്തിന്റെ മാനദണ്ഡം. മൂന്നാമതായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രയാസഘട്ടങ്ങളിൽ നിഷ്കളങ്കമായ ഹൃദയത്തോടെ പടച്ചതമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ നിങ്ങൾ റബ്ബിനോട് സഹായം അഭ്യർത്ഥിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന സന്ദേശമാണ് ബദർ നമുക്ക് നൽകുന്നത്. ബദർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബദറിന്റെ തുടക്കത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങളെത്തി മുത്ത് മുഹമ്മദ് മുസ്തഫ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മറ്റൊരു സദസ്സിൽ കാണാം അബൂജഹലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, സത്യത്തെ നീ വിജയിപ്പിക്കണേ എന്ന്. അതാണ് അവിടെ സംഭവിച്ചത്, സത്യം വിജയിച്ചു. നാലാമതായി ബദർ നൽകുന്ന സന്ദേശം വിജയം അല്ലാഹുവിൽ നിന്നാണ്, ആൾഫലമോ മറ്റു സൗകര്യങ്ങളോ അല്ല. ഖുത്ബയിൽ കേട്ടല്ലോ, സഹായം അല്ലാഹുവിൽ നിന്നാണ്. അഞ്ചാമതായി നമുക്ക് നൽകുന്നത് പരീക്ഷണങ്ങൾ വിശ്വാസികളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു മാനദണ്ഡമാണ്. ഖുത്ബയുടെ അവസാനം നിങ്ങൾ കേട്ട സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ സൂറത്ത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. നിങ്ങൾക്കൊരു ധാരണയുണ്ടോ, ഒരു പ്രയാസമില്ലാതെ, ഒരു പ്രതിസന്ധിയില്ലാതെ നല്ല സുഖസുന്ദരമായി ജീവിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഇല്ല. കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഒരുപാട് ആളുകൾ ഇന്ന് ഒമാനിലും ഖത്തറിലും വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ ഇതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാൻ, റബ്ബിനറിയാൻ, നിഷ്കളങ്കമായി റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളാണ്. നിങ്ങൾക്ക് ധാരണയുണ്ടോ അന്തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന്. വലമ്മായഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഗ്ല വല്ലറാ വസുൽസിലു ഹത്താ യഖൂൽ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 214 സൂറത്തിൽ കഴിഞ്ഞുപോയ മഹാന്മാർ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടാണ് അല്ലാഹുവിലേക്ക് അടുത്തത്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ബദറിൽ നിന്നും പാഠമുള്ള ഈമാനാണ്. വർത്തമാന സാഹചര്യ മുസ്ലിം അധപ്പതനത്തിലേക്ക് ആഞ്ഞുകുത്തുന്നതിന്റെ കാരണം ഈമാൻ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. പഴയകാല ഇന്നലകളിൽ മുസ്ലിമിനെ കാണുമ്പോ, മാപ്പിളെ കാണുമ്പോ മറ്റു ഇതര ജനങ്ങൾക്ക് ഒരു ബഹുമാനമുണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു. വിശുദ്ധ പള്ളിയെ കാണുമ്പോൾ ഒരു പ്രത്യേകമായ ബഹുമാനം. കേരളത്തിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോ മഹാന്മാരായ മാലിക് ദിനാർ സംഘം വന്നപ്പോ സ്വീകരിച്ചതും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തത് ഹൈന്ദവരായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പഴയകാല പ്രായമുള്ളവർക്കറിയാം ഒരു ബഹുമാനം മുസ്ലിമിനെ കാണുമ്പോൾ ഉണ്ടായിരുന്നു, പള്ളിയെ കാണുമ്പോൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ തന്നെ പള്ളിയുടെ മുമ്പിലാണ് എല്ലാ ഒച്ചപ്പാടുകളും ബഹളങ്ങളും പാട്ടുകളൊക്കെ പോകുന്നത്. പള്ളിയെ കാണുമ്പോൾ വാക്കൊടുക്കുമ്പോൾ പോലും നമ്മൾ തന്നെ അങ്ങനെയാണ്, അല്ലെ? നേരെ മറിച്ചുകൊണ്ട് മറ്റു ഇതര സമുദായങ്ങൾ പള്ളിന്റെ അടുക്കെത്തുമ്പോ അവരുടെ പരിപാടികളൊക്കെ നിർത്തി മൗനമായി പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിമുകളോട് ഒരു ബഹുമാനവും സ്നേഹവും ഒരു ഭയമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സയഅതി സമാഉൻ അലാ ഉമ്മതി. എന്തൊരു മനോഹരമായിട്ടാണ് വർത്തമാന സാഹചര്യത്തിന്റെ സന്ദർഭങ്ങളെ കുറിച്ച്, മുസ്ലിമിന്റെ അധപ്പതനത്തെ കുറിച്ച് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്കൊരു കാലഘട്ടം വരാനിരിക്കുകയാണ്. ആ സമയത്ത് മുസ്ലിം സമൂഹങ്ങൾ പീഡനങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടി വരും. ഏതുപോലെ ഭക്ഷണത്തളികയിൽ വിളമ്പി വെച്ച പാത്രങ്ങളിലേക്ക്, ഭക്ഷണത്തളികയിലേക്ക് കൈകൾ, വിശപ്പ് സഹിക്കുന്ന ഒരാൾ വിളമ്പി വെച്ച വസ്ത്രങ്ങളെ പാത്രങ്ങളിലേക്ക്, ഭക്ഷണങ്ങളിലേക്ക് എങ്ങനെയാണോ കൈകൾ നീളുന്നത്, അതുപോലെ മറ്റു ഇതര മതസ്ഥര മുസ്ലിമീങ്ങൾക്കെതിരെ എല്ലാ അതിക്രമങ്ങളും നടത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവിടെ ഉണ്ടായിരുന്ന മഹാന്മാരായ സ്വഹാബാ കിറാം അത്ഭുതത്തോടെ ചോദിച്ചു, നബിയേ വൽ ഖില്ലത്തിൽ നഹ്നു യാ റസൂലല്ലാഹ്, എന്താ നബിയേ അങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ശത്രുക്കളും മുസ്ലിമീങ്ങൾക്കെതിരെ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഏൽപ്പിക്കുന്നത്? അന്ന് ന്യൂനപക്ഷമായി കൊണ്ടായിരുന്നു.
പ്രയാസങ്ങൾ അനുഭവിക്കും. മുസ്ലിമീങ്ങൾ ചുരുക്കമായതുകൊണ്ടാണോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ല, നിങ്ങൾ ധാരാളമായിരിക്കും, എണ്ണസംഖ്യയുണ്ടാവും, സാമ്പത്തികമായി നിങ്ങൾ, പക്ഷേ നിങ്ങൾക്കൊന്നും വിലയില്ലാത്ത മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചപ്പു ചവറകളെ പോലെ മുസ്ലിം സമൂഹം അധംപതിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ശത്രുക്കളിൽ നിന്ന് മുസ്ലിമിനോടുള്ള ഭയം അല്ലാഹു എടുത്തു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു വഹൻ എന്ന രോഗം പിടിപെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത്ഭുതത്തോടെ മഹാന്മാര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ വഹൻ എന്ന് പറഞ്ഞാൽ? അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ ശത്രുക്കൾ അതിച്ചമർത്താൻ കാരണം നിങ്ങൾ വല്ലാത്ത ദുനിയാവിനോട് ദുനിയാവിനോട് വല്ലാത്ത ഇഷ്ടമായിരിക്കും. മരിക്കുമെന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. മരണത്തിനോട് വെറുപ്പായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓർക്കണം, നമ്മൾ എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങൾക്ക് പ്രതാപമുണ്ട്, സാമ്പത്തികമായല്ലോ എല്ലാ അർത്ഥത്തിലും ഉയർച്ചയുണ്ട്. പക്ഷേ ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം ഒരു ഹദീസിൽ കാണാം. എന്റെ കാലശേഷം ഞാൻ ഏറ്റവും എന്റെ സമുദായത്തിൽ നിന്ന് ഭയപ്പെടുന്നത് എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ദുനിയാവിനോടുള്ള അമിതമായ പ്രേമമാണ്, ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമമാണ്. പടച്ച തമ്പുരാൻ എല്ലാ അർത്ഥത്തിലും വിധവലക്കൾ ഉൾക്കൊള്ളാതെ അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കുന്ന ഇന്നത്തെ സാഹചര്യം നമ്മളൊന്ന് വിലയിരുത്തുമോ? ഈ 2026 വിശുദ്ധ റമദാനിനെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകർ പറഞ്ഞുപോയി, എന്റെ കാലം എന്റെ സമുദായത്തിൽ ഒരു കാലഘട്ടം വരാനിരിക്കുകയാ. അന്ന് ഇസ്ലാമിന്റെ നാമധാരികൾ വ്യത്യസ്തമായ ബദറുദ്ദീനും ഇമാമുദ്ദീനും മുഹമ്മദ് റഫീഖും ബഷീർ തുടങ്ങുന്ന നല്ല ഇസ്ലാമിന്റെ സുന്ദരമായ പേരുകൾ ഉണ്ടാകും. പക്ഷേ യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ വിരളമായിരിക്കും. നമ്മുടെ പള്ളിയിൽ അലമാറിൽ നോക്കൂ, ധാരാളം ഖുർആന്റെ കോപ്പികൾ ഉണ്ടാകും, ഖുർആന്റെ അക്ഷരങ്ങളുണ്ടാകും. പക്ഷേ ആ ഖുർആന്റെ യഥാർത്ഥ ഖുർആന്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കും കുറവായിരിക്കും. അങ്ങനത്തെ കാലഘട്ടത്തിൽ മസാജിദുൽ ആമിറ, വിലപിടിപ്പുള്ള അമ്പരച്ചുംബികളായ മണിമന്ദിരങ്ങളെ പോലത്തെ പള്ളികൾ ഉണ്ടാകും. പക്ഷേ ആ പള്ളികളിൽ ഉണ്ടാകേണ്ട ആത്മീയ നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ അനുഭവിക്കുന്ന ഈ സാഹചര്യങ്ങളെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ന് നടക്കുന്ന ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹദീസിന്റെ പശ്ചാത്തലങ്ങൾ പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർത്തമാന സാഹചര്യത്തിൽ മുസ്ലിം അനുഭവിക്കുന്ന എന്നല്ല എല്ലാ സാഹചര്യങ്ങൾ സംഭവ വികാസങ്ങളെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഈ തപ്പന ഓല കൊണ്ട് മേഞ്ഞ ആ മസ്ജിദിന്റെ അകത്തളത്തിൽ എല്ലാം പ്രവചിച്ചു പോയിട്ടുണ്ട്. അതാണെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, ഏത് പ്രതിസന്ധി വന്നാലും, എത്ര തന്നെ പ്രതിസന്ധികളിൽ കേട്ടി വന്നാലും, നാം അനുഷ്ഠിച്ചു പോകുന്ന ആത്മീയമായ ഒരു ചിന്തയിൽ നിന്ന് അല്പം പോലും വ്യതിചരിക്കരുത്. എന്നാലും ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. പക്ഷെ ഈമാൻ വിശുദ്ധ ഖുർആൻ, നിങ്ങൾ ഉന്നതന്മാരാ, നിങ്ങൾക്കൊരു പ്രതിസന്ധിയോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ തരണം ചെയ്യേണ്ടി വരില്ല. അവിടെയാണ് അൺലൈൻ ചെയ്യേണ്ടത്. നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസിയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്പം പ്രയാസമുണ്ടാകും. ഞാനൊരു മുസ്ലിമാണ് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയുന്നവനാണ് ഈമാൻ
റസൂലുള്ളാഹി പറഞ്ഞു യഅതി അലന്നാസി സമാൻ, എന്റെ സമുദായത്തിന് ഒരു കാലം വരും, അസ്ഹാബ്, അന്ന് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ ഒരു തീക്കണൽ കയ്യിൽ പിടിക്കും പോലെയാണ്. ഒരു തീക്കട്ട കയ്യിൽ പിടിക്കാൻ പ്രയാസങ്ങൾ ഉണ്ടാവും. അതുപോലെയാണ് യഥാർത്ഥ ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള ഒരു പ്രതിസന്ധി വരും. അലൈക്കും അൻഫുസക്കും, അന്ന് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സംരക്ഷിക്കണേ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അന്ന് ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർ 50 ആളുടെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തും. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, ഞങ്ങളിൽപ്പെട്ട 50 ആളാണോ, അക്കാലഘട്ടത്തിലുള്ള 50 ആളുകളാണോ? നിങ്ങളിൽപ്പെട്ട പരിശുദ്ധ ബദറിലും ഉഹദിലും ഖന്തക്കിലും ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യത്തിന് വേണ്ടി പടപൊരുതിയ രക്തസാക്ഷികൾ അടക്കമുള്ള മഹാന്മാരായ അസ്ഹാബി ഖന്നുജൂം ഇഖ്തദൈതും ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, എന്റെ സ്വഹാബാക്കിറാം നക്ഷത്ര തുല്യരാണ്, അവരിൽ നിന്ന് നിങ്ങൾ ആരും പിൻപറ്റിയാലും സന്മാർഗം ലഭിക്കുമെന്ന സ്വഹാബാക്കളുടെ 50 സ്വഹാബികൾ ചെയ്ത നന്മയുടെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതാണ് മൻ അഹബ്ബ സുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ശഹീദ്. ഉമ്മത്ത് ദുഷിക്കുന്ന നമുക്ക് തന്നെ അറിയാലോ, പഴയ കാലങ്ങളെ അപേക്ഷിച്ച് വിശിഷ്ട കൊറോണയ്ക്ക് ശേഷം ഈ ഉമ്മത്തിന് വന്നൊരു മാറ്റം, ലജ്ജയില്ലാത്തൊരവസ്ഥ, ദീനിനോട് അടുപ്പമില്ല. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾക്ക് ഒരു ലജ്ജയുമില്ലാത്തൊരു കാലം. എന്നാലോ ഇസ്ലാമുമായി ഒരു ബന്ധമില്ലാത്ത എങ്ങനെയും ജീവിക്കാമെന്ന ഒരു ലൈസൻസ് കിട്ടിയതുപോലെയാണ് കൊറോണ. സത്യത്തിൽ നിങ്ങൾ നോക്ക്, പഴയ കാലം കൊറോണയ്ക്ക് ശേഷം ഈ ഉമ്മത്ത് പ്രത്യേക റീൽസിന്റെ പിന്നാലെ, പിന്നെ പ്രത്യേകിച്ച് യുവാക്കളൊക്കെ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് ഇതെല്ലാം. യൂട്യൂബർമാർ നോമ്പ് തുറക്കലും വല്ലാത്തൊരവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നതുപോലെ സ്കൂൾ ക്ലാസ്സും അങ്ങനെ പല രീതിയിലും പരസ്പരം എല്ലാം ഒത്തുചേരുന്ന ആണ് പെണ്ണ്, ചെറുത് വലുത് എന്നൊരു വേർതിരിവില്ലാത്തൊരവസ്ഥ. അതാണ് മുത്തുനബി പറഞ്ഞത്, യഥാർത്ഥ ഒരു വിശ്വാസമായി ജീവിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. നമ്മളൊക്കെ പറയും ഇന്നത്തെ കാലത്ത് അതൊക്കെ നടക്കും സാധേ പറഞ്ഞാല് അവര് ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചല്ലേ എന്ന രീതിയിൽ. അതാണ് പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് നടക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. തീ കണൽ കയ്യിൽ പിടിക്കും പോലെ ഒരു സുന്നിയായി ഒരു മുസ്ലിമായി ജീവിക്കാൻ പ്രയാസങ്ങൾ അനുഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമുക്ക് റബ്ബ് ചോദിക്കാതെന്ന ഹിദായത്ത്, ഈമാൻ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഈ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ, ഈ ഈമാൻ കളങ്കപ്പെടാതിരിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഈമാൻ വളരെ പ്രധാനമാണ്. ചരിത്രത്തിന്റെ ഇന്നലെ വിലയിരുത്തുമ്പോൾ കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ അനുഭവിച്ചത് സൂറത്തിൽ വിശുദ്ധമായ ഖുർആനിൽ ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടതാണ്. ചുട്ടുപള്ളുന്ന മണൽത്തരിയിൽ കിടത്തിക്കൊണ്ട് ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. പക്ഷെ അവർക്ക് മനസ്സറിഞ്ഞ് അല്ലാഹ് എന്ന് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ സാഹചര്യം അനുകൂലമല്ല. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ വിശ്വാസികൾക്ക് മാതൃകയായി പറഞ്ഞൊരു സ്ത്രീയുടെ കഥയുണ്ട്. ഫിർഔന്റെ ഭാര്യ ആസിയ. മൂസാ നബിയെ വിശ്വസിച്ചതിന്റെ പേരിൽ പട്ടുപത്തയിൽ കിടന്നിറങ്ങിയ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച ആസിയ അവിടുന്ന് ഫിർഔന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു, പുറത്താക്കി. തന്റെ കിങ്കരന്മാരെ കൊണ്ട് ഒരുപാട് അതിക്രമം ചെയ്തു, പ്രയാസങ്ങൾ ഏറ്റു. വിശുദ്ധ ഖുർആൻ ആ രംഗം പറയുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ പറഞ്ഞത്, കഴിഞ്ഞുപോയ തലമുറക്ക് മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹ് എന്ന് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം പ്രതികൂലമാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നത്, പട്ടുപത്ത വലിച്ചെറിഞ്ഞത്, കൊട്ടാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്. അല്ലാഹുവിൽ അചഞ്ചലമായ ചുട്ടുപൊള്ളുന്ന മണൽത്തരികൾ കിടത്തി നഗ്നമായ ശരീരത്തിലേക്ക് ചുട്ടുപൊള്ളുന്ന പതപ്പിച്ച ഇരുമ്പിന്റെ തണ്ട് കൊണ്ട് ശരീരത്തിലേക്ക് കുത്തുമ്പോ, ഭീമമായ പാറക്കല്ലുകൾ ശരീരത്തിലേക്ക് എറിയുമ്പോ ആസിയ ബീവി പതറാതെ ചിതറാതെ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. ഈ പ്രയാസങ്ങളിൽ കേണ്ടി വന്നാൽ എനിക്ക് പ്രശ്നമില്ല, കൊട്ടാരം വലിച്ചെറിഞ്ഞ് എനിക്ക് പ്രശ്നമില്ല,
ഈ ചുട്ടുകൊള്ളുന്ന മണൽത്തരികൾ എന്നെ കിടത്തിക്കൊണ്ട് ഫിർഔന്റെ കിങ്കരന്മാർ എനിക്കെതിരെ ഈ നടത്തുന്ന അതിക്രമങ്ങളൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ മരിക്കും മുമ്പ് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തതിന്റെ പകരമായി സ്വർഗത്തിൽ ഒരു മന്ദിരം, ഒരു വീട് എനിക്ക് നൽകണേ. ആസിയ ബീവി അവിടുന്ന് ശിക്ഷിക്കപ്പെടുമ്പോൾ ചിരിക്കുകയായിരുന്നു. ആളുകളൊക്കെ കളിയാക്കി ഇവൾക്ക് ഭ്രാന്തായി. പക്ഷെ ആസിയ ബീവി ചിരിച്ചതെന്താ? അള്ളാഹുവോട് ദുആ ചെയ്തിരുന്നു, പടച്ചോനെ എനിക്ക് സ്വർഗം തരണേ. മരിക്കും മുമ്പ് ആസിയ ബീവി അവർക്ക് റബ്ബ് തയ്യാർ ചെയ്ത സ്വർഗം കണ്ടിട്ട് വിട പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് ഉപമ പറഞ്ഞ ഒരു സ്ത്രീയാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഒരു സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ചരിത്രത്തിൽ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയ ഈമാനാകുന്ന ഈമാനാണ്. ഈമാൻ ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് പരാജയം, ചെറിയ പ്രതിസന്ധി വന്നാൽ അതിനേക്കാൾ വലിയ വിജയം നമുക്ക് നൽകുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അചഞ്ചലമായുള്ള വിശ്വാസവും തവക്കുലുണ്ടെങ്കിൽ അല്പമായി ചെറിയ പ്രയാസങ്ങൾ വന്നാലും പിന്നീട് അതിനെ മറികടക്കാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് ഈമാൻ അല്ലാഹു ഈ വിശുദ്ധ റമളാന്റെ ബർക്കത്ത് കൊണ്ട് നൽകട്ടെ. കഴിഞ്ഞു പോയ മഹാന്മാരൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്ത. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ എന്നൊരു സൂറത്ത് തന്നെയുണ്ട്. വലിയ തത്വജ്ഞാനായിരുന്നു. തന്റെ മകനോട് ഉപദേശിക്കുന്ന മനോഹരമായ ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ആ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ഒരിക്കൽ കുറച്ച് ഭക്ഷണ സാധനങ്ങളുമായി തന്റെ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു മനോഹരമായ ചരിത്രമുണ്ട്. ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, ഇത് മനോഹരമായി പാകം ചെയ്യണം. അങ്ങനെ ഭാര്യ വളരെ ശ്രദ്ധയോടെ മനോഹരമായ രീതിയിൽ ആ ഭക്ഷണം പാകം ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഭക്ഷണം റെഡിയാണ്, വിളമ്പി തരട്ടെയോ? അപ്പൊ പറഞ്ഞു, ആ ഭക്ഷണം നീ ഒരു പാത്രത്തിലാക്കുക. കുറച്ചപ്പുറം സമുദ്രത്തിന്റെ അക്കരയിൽ പടച്ചതമ്പുരാൻ ധ്യാനിക്കുന്ന ഒരു സാത്വികനായ മനുഷ്യനുണ്ട്. ആ മനുഷ്യനിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാനുള്ളതാ. അങ്ങനെ ഭാര്യ ആ ഭക്ഷണം പാത്രത്തിലാക്കുന്നു. ഭാര്യയോട് പറയുന്നു, അങ്ങനെ കുറച്ചപ്പുറത്ത് സമുദ്രത്തിന്റെ അപ്പുറത്ത് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളുണ്ട്, നീ തന്നെ അയാൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം. ഭാര്യ ഭർത്താവിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് ആ പാത്രത്തിലുള്ള ഭക്ഷണ പൊതിയുമായി നടന്നകരുന്നു. പക്ഷേ ആ സമുദ്രത്തിന്റെ തീരത്തെത്തിയപ്പോൾ മറുവശത്തേക്ക് കടക്കാനുള്ള സംവിധാനം അവിടെയില്ല. ബോട്ടോ തോണിയോ ഇല്ല. വീണ്ടും തിരിച്ചു വന്നു. ഭാര്യ പറഞ്ഞു, അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പൊ ഭർത്താവ് പറഞ്ഞൊരു മറുപടിയുണ്ട്, നീ സമുദ്രത്തിന്റെ ചാരത്ത് ചെന്ന് പറയണം, കല്യാണം കഴിച്ചിട്ട് ദാമ്പത്യ ജീവിതത്തിന്റെ യഥാർത്ഥ സുഖമറിയാത്ത മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, സമുദ്രമേ വടിയായി മാറണം. ഭാര്യ അത്ഭുതപ്പെട്ടു പോയി. ഞാനും നിങ്ങളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, നമുക്കൊരുപാട് മക്കളുണ്ടല്ലോ, നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോ അതിന്റെ മറുപടി നിനക്ക് പിന്നീട് അനുഭവത്തിലൂടെ ബോധ്യപ്പെടും. അങ്ങനെ ഭർത്താവിന്റെ ആ കൽപ്പന മാനിച്ചുകൊണ്ട് സമുദ്രത്തിന്റെ തീരത്ത് ചെന്ന് ഭർത്താവിന്റെ കൽപ്പന പറഞ്ഞതുപോലെ പറഞ്ഞു. കല്യാണം കഴിച്ചിട്ട് ദാമ്പത്യത്തിന്റെ സുഖമറിയാത്ത മനുഷ്യൻ പറഞ്ഞു, സമുദ്രമേ നീ ഒന്ന് വടിയായി മാറണം. മനോഹരമായ വടിയായി മാറുന്നു. അപ്പോൾ ആ പുഴയുടെ വക്കത്ത് ഒരു സാത്വികനായ ഒരു മനുഷ്യനുണ്ട്. ആ ഭക്ഷണം ആ മനുഷ്യൻ കൊടുത്തു. ചരിത്രം വിശാലമാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാൻ വഴിയില്ലാതെ വന്നു. അയാളോട് പറഞ്ഞു, എനിക്ക് എന്റെ വീട്ടിലെത്തണം, എന്റെ ഭർത്താവിന്റെ അങ്ങോട്ട് കിടക്കാൻ സംവിധാനമില്ല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ രുചി എന്തെന്നറിയാത്ത മനുഷ്യൻ പറഞ്ഞു, സമുദ്രമേ നീ ഒന്ന് വഴിയായി മാറണം. പെണ്ണ് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ പെണ്ണ് കൊടുത്ത ഭക്ഷണം ലേശം പോലും ഒഴിവാക്കാത്ത ഫുള്ളായി കഴിച്ചിട്ടാ പറയാ. ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ രുചി എന്തെന്നറിയാത്ത മനുഷ്യൻ. ചുരുക്കത്തിൽ സംഭവം വല്ലാത്ത അത്ഭുതം.
പെണ്ണിതൊക്കെ ശ്രദ്ധിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഭർത്താവിന്റെ അരികിലേക്ക് വന്നു, കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. വല്ലാത്ത ആശങ്കയിലും, കാരണം അത്ഭുതമാണ്, വഴിയായി മാറിയിട്ടുണ്ട്, സമുദ്രത്തിലൂടെ നടന്നു പോയിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും പറഞ്ഞ വാക്കുകൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. അങ്ങനെ ചരിത്രം പറയുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ നാട്ടിൽ ഒരു കല്യാണം ഉണ്ടായി. കല്യാണത്തിൽ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തെ ക്ഷണിക്കുന്നു. കല്യാണ തലേ രാത്രി ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെയാണല്ലോ നമ്മൾ ക്ഷണിക്കപ്പെട്ട കല്യാണം, ഞാൻ വരുന്നില്ല, നീ കല്യാണത്തിന് പോകണം. അങ്ങനെ ഓക്കെ, പക്ഷേ ഒരു ഡിമാൻഡുണ്ട്, ഒരു നിബന്ധനയുണ്ട്, അത് നീ പൂർണ്ണമായി പാലിക്കണം. അത് പാലിച്ചില്ലെങ്കിൽ ഞാനും നീയുമായുള്ള ബന്ധം മുറിയും. അതെന്താ ഡിമാൻഡ്? ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു വിളക്ക് കത്തിച്ചു തരാം, ആ വിളക്ക് അണയാതെ നീ സൂക്ഷിക്കണം. കല്യാണ വീട്ടിൽ പോയി തിരിച്ചു വരുന്നത് വരെ ഈ വിളക്കണയരുത്, വിളക്ക് കെടരുത്. ഈ വിളക്കെന്നാലും കെട്ടാൽ ഞാനും നീയുമായുള്ള ദാമ്പത്യ ഈ ജീവിതത്തിൽ വിള്ളൽ സംഭവിക്കും, നമ്മുടെ ബന്ധം പിരിയും. ഓക്കെ, ഭാര്യ അക്ഷരാർത്ഥത്തിൽ ഭർത്താവിന്റെ കൽപ്പന ഉൾക്കൊണ്ടുകൊണ്ട് കല്യാണ വീട്ടിലേക്ക് വിളക്കുമായി ചെല്ലുന്നു. ചുരുക്കത്തിൽ പെട്ടെന്ന് കല്യാണത്തിൽ കൂടി തിരിച്ച് വീട്ടിലേക്ക് ആ വിളക്കുമായി വരുന്നു. അവിടെയാണ് നമ്മുടെ വിഷയം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മോളെ കല്യാണത്തിന് പോയോ? അതെ. എന്താണ് അവിടെ, ആരൊക്കെ പങ്കെടുത്തു, എന്താണ് അവിടുത്തെ ഭക്ഷണങ്ങൾ എല്ലാം ചോദിച്ചപ്പോ പെണ്ണ് പറഞ്ഞു, പ്രിയപ്പെട്ട ഭർത്താവേ, കല്യാണത്തിന് പോയത് ശരിയാ, അവിടെ ആളുകൾ പങ്കെടുത്തത് കണ്ടത് ശരിയാ, അവിടുത്തെ ഭക്ഷണം കഴിച്ചത് ശരിയാ. പക്ഷെ എന്റെ മനസ്സിൽ ഒരേ ചിന്ത, ഒരേ ഒരു നേത്രം, ഈ വിളക്കങ്ങ് കെട്ടുപോകുമോ, ഈ വിളക്ക് കെട്ടുപോകുമോ എന്ന ചിന്ത കാരണം ആരൊക്കെയാണ് കല്യാണത്തിൽ പങ്കെടുത്തത്, എന്തൊക്കെയാണ് അവിടെ ഭക്ഷണം വിളമ്പിയത്, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഇതേ മറുപടിയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഈ ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഞാനും നീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. ആ മനുഷ്യൻ നീ കൊടുത്ത ഭക്ഷണം അല്പം പോലും ഒഴിവാക്കാതെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഹൃദയാന്തരാത്രിയുള്ള ചിന്ത, ഈമാനാകുന്ന പ്രകാശം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ശ്രദ്ധിച്ചോ. ഏത് സാഹചര്യത്തിലും അല്ലാഹു തന്ന അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ഇട്ടു തന്ന ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്ത കാരണം ദുനിയാവിന്റെ സുഖങ്ങളൊക്കെ മറന്നുപോയി എന്ന് അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇത് നമ്മൾ ചോദിക്കാതെ റബ്ബ് തന്നതാണ് ഈമാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിലാൽ ഈമാനിലേക്ക് വന്നപ്പോ ഒരുപാട് പ്രതിസന്ധികൾ. ഇന്നത്തെ സാഹചര്യത്തിൽ കൃത്യമായി 5 വക്ത് നിസ്കരിക്കാൻ പള്ളിയിൽ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. പലസ്തീൻ അല്ലെ, നമ്മളൊക്കെ പ്രയാസത്തിൽ, നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നോമ്പ് തുറ ഭീതിയിലാണ്, പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ട്, മനസ്സമാധാനത്തിൽ ഒന്ന് കിടന്നിറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഇത് നമുക്ക് വരൂല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ പഠിച്ചതാണ് കൊറോണയിലൂടെ. അതുപോലെ തന്നെ ശക്തമായ മഴ കുറച്ചു മുമ്പ് വന്ന്, അതുപോലെ തന്നെ പല പ്രതിസന്ധികളും നമുക്ക് അല്ലാഹു തന്നിട്ട്, വലിയ ധനാഢ്യർ വരെ ഒരു വ്യത്യസ്ത സ്ഥലങ്ങളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത, പള്ളിയിൽ പോകാൻ പറ്റാത്ത, ഇതുപോലെ ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ തരുന്നത് നമ്മുടെ ഈമാൻ ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുക, ശിക്ഷകൾ വരുന്നതിന് മുമ്പ് എന്ന്. അതുകൊണ്ട് റബ്ബ് നമുക്ക് തന്ന ഈമാൻ നഷ്ടപ്പെടാതെ, ഖദ് അഫ്ലഹ മൻ അഖ്ലസ ഖൽബഹു ലിൽ ഈമാൻ, ഈമാന്റെ ഹൃദയത്തിലേക്ക് നിഷ്കളങ്കമായി ഉൾക്കൊണ്ടവൻ വിജയിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ ബദരീങ്ങൾ സ്മരിക്കപ്പെടുമ്പോൾ അവരുടെ ഏറ്റവും വലിയ സന്ദേശം,
ഈമാൻ കാത്തു സൂക്ഷിച്ചു. ഈമാൻ ഉണ്ടെങ്കിൽ ഏത് ശത്രുവിനെ കീഴ്പ്പെടുത്താനും ഏത് പ്രതിസന്ധിയെ മറികടക്കാനും അല്ലാഹു നമ്മെ സഹായിക്കും. ഈമാനിൽ നിന്നാണ് തവക്കുൽ ഉണ്ടാകുക. ആ തവക്കുൽ നമ്മൾ നിങ്ങൾ അല്ലാഹുവിലേക്ക് വേണ്ട വിധത്തിൽ തവക്കുൽ ചെയ്താൽ രാവിലെ ഒട്ടിയ വയറുമായി കൂടിൽ നിന്ന് പുറത്തു പോകുന്ന പക്ഷിപ്പറവകൾ വൈകുന്നേരമാകുമ്പോൾ വയറു നിറഞ്ഞ് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് മതി. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലേ? ഇബ്രാഹിം നബിയുടെ ചരിത്രം അങ്ങനെയല്ലേ, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ തീ കുണ്ടാരത്തിൽ ഇറങ്ങപ്പോ അവിടുന്ന് പറഞ്ഞു ഹസ്ബുനല്ലാഹ്, അല്ലാഹു ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. സമയം വൈകിയോ? അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഒരു 11 ഇസ്തിഗ്ഫാർ മനസ്സറിഞ്ഞ് ചൊല്ലാൻ ഏത് പ്രതിസന്ധിയിലും പതറാതെ ഈമാൻ